തിന്നാനുള്ള കൊതി കൊണ്ട് ഇതാ ഒരു ഇക്കാനോട് ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. പച്ചച്ചക്കയാണ്. നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. അങ്ങനെ വേഗം അത് കുരുവും ചുളയൊക്കെ നന്നാക്കി എടുത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് നമ്മൾ കറിയായിട്ട് വെക്കൂലേ, അതാണ് കേട്ടോ എനിക്കിഷ്ടം. ഇക്കാക്കാണെങ്കിൽ ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒലത്തിയെടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ഉണക്കമുളകൊക്കെ ചതച്ചിട്ടതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇവിടെ ഒലത്തുന്ന പറയണത്, അങ്ങനെ അതാക്കി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഇതാ ഞാൻ തേങ്ങയും ഉള്ളിയും നല്ല ജീരകവും വേപ്പിലയും കാന്താരിയൊക്കെ ഇട്ട് അരച്ച് ഒന്നൊഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചക്കക്കൂട്ടാനാണ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ചിക്കൻ കറിക്കും ബീഫ് കറിക്കും മീൻ കറിക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ കുറേ ആയത് തിന്നണം എന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് കിട്ടിയൊരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഇക്കാക്ക് ഇതാ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വറ്റിയാണ്. അപ്പോൾ അത് നന്നാക്കിയൊക്കെ കൊണ്ടുവന്ന കാരണം കൊണ്ട് പിന്നെ കുറച്ച് പണി കുറവായിരുന്നു കേട്ടോ. വേഗം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ച ചക്ക കൂട്ടാനല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് മുളകിട്ട മീൻ കറിക്ക് ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ചതച്ചത് മൺചട്ടിയിലിട്ട് വാട്ടി ഒന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് വാളംപുളി ചേർത്തിട്ടാണ് ഞാൻ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതാ ചാറൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അതാ ഇതേപോലെ. അപ്പോൾ നല്ല മീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ചക്കക്കൂട്ടാനിലേക്ക് ഞാൻ മീൻ കഷ്ണങ്ങളൊന്നും അങ്ങനെ അത്ര കഴിക്കൂല കേട്ടോ. അപ്പോൾ ആ ഒരു ചാറും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചക്ക കിട്ടിയോ, ഈ ചക്ക കൂട്ടാൻ വെച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളവിടെയൊക്കെയാണ് എങ്ങനെയാണ് വെക്കുന്നതെന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചക്ക കൂട്ടാൻ നല്ല അടിപൊളിയായിട്ട് വയറിറച്ച് കഴിച്ച് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.